ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പിയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇത് നല്ല പോലെ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ അറിയുന്നുണ്ടാവില്ല. നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 മാസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയ കാലത്തെ ഒരു നൊസ്റ്റാൾജിക് സ്നാക്സും കൂടെ അല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഷീറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് നേരിയ ചൂടുള്ള വെള്ളമാട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതവിടെ നേരിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/4 കപ്പോളം നേര് ചൂടുള്ള വെള്ളം കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈമോട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിമൊക്കെ ലോ ആക്കി വെക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക, വേറെ വേവിക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. പിന്നെ കളറൊന്നും ചേഞ്ച് ആവാനും പാടില്ല. ആ ഒരു വൈറ്റ് കളർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഫ്ലെയിം കൂട്ടിപ്പോയാൽ കളറൊക്കെ ചേഞ്ച് ആയി പോവേ. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നെയ്യ് ഒന്നങ്ങ് ചൂടായിട്ട് വരട്ടെ. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് നമുക്കൊന്നങ്ങ് വറവായതിനു ശേഷം ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് റോസ്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ അതാ നല്ലതുപോലെ ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മൊത്തം അങ്ങ് മെൽറ്റായിട്ട് പോകും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ റവ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ അതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, തണുക്കാനായിട്ട് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഷീറ്റ് ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ആ മാവൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്നങ്ങ് കുഴച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. ഒന്നങ്ങ് കുഴച്ച് കൊടുത്താൽ മതിയേ. ഇനി ഇതിൽ നിന്ന് ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന അതേപോലെ അങ്ങ് കുറേശ്ശെ പൊടി ഇട്ടിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് പറയാനും കൂടെ മറക്കരുത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അതാ ഇതെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാണ്ടിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അത് നമുക്കിങ്ങനെ ഒട്ടാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടാക്കി എടുക്കുക. അടിഭാഗം ഒന്ന് ചൂടായിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഭാഗം കൂടി ആ താഴ്ഭാഗം കൂടി ഒന്ന് അങ്ങ് ചൂടായിട്ട് വരട്ടെ, അത്ര മതി. ആ ഒരു ഒട്ടലും അങ്ങ് പോയി കിട്ടാനും കേട്ടോ. ഇപ്പോൾ അത് 2 സൈഡ് നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് എടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് കൈ തന്നെ ഇങ്ങനെ നിലടിച്ച് കാണിക്കുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ നൈസാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്
നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവ ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരു 3/4 കപ്പ് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ഞാൻ അത് ഉണ്ടാക്കിയെടുത്തപ്പോൾ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പൊടിക്കാതെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെയുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കണ്ട. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കുറഞ്ഞ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഒട്ടിച്ചെടുക്കാനും കൂടെ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മുടെ റവ ഫില്ല് ചെയ്യാനുള്ള റവയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരു പത്തിരി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ സമൂസക്കൊക്കെ ചെയ്തെടുക്കൂല അതേപോലെ തന്നെ 4ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി വലിയ ടൈപ്പിലുള്ള മടക്കാണ് വേണ്ടത് വെച്ചാൽ സാധാരണയായിട്ട് വലിയ മടക്കാട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ടൈപ്പിലുള്ള മടക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സമൂസ ഷീറ്റൊക്കെ മടക്കിയെടുക്കുന്ന അതേപോലെ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇവിടെ 4ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഒരു റൗണ്ടായിട്ട് വരുന്ന ആ ഭാഗം ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കുറച്ച് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ ഇതുപോലെ ഒന്നങ്ങ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ സമൂസൊക്കെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ആ സൈഡൊക്കെ. ഇനി ഈ ഒരു സൈഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് അമർത്തി കൊടുത്താൽ മതി. അത് അതിലങ്ങ് ഒട്ടിപ്പിടിച്ചോളേ. ഉണ്ടല്ലേ ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഞാൻ താഴ്ഭാഗത്തൊക്കെ ഹോൾസൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നന്നാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഓയിൽ ഉള്ളിലേക്ക് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് ഫില്ലാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ആ ഫില്ലിങ്സ് അങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂണോളൊക്കെ കൊള്ളു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം നന്നാക്കിയിട്ട് തന്നെ തിക്കായിട്ട് തന്നെ നിറച്ച് കൊടുക്കാം. ഈ ഒരു മണ്ട എന്ന് പറയുന്നത് നല്ല തിക്കിലാണ് കേട്ടോ ഉണ്ടാവുക. ഏകദേശം ഞാൻ 2 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാ ഇതിപ്പോൾ ഇതേപോലെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ആ ഒരു മൈദയുടെ ഇതുണ്ടല്ലോ മിക്സ് ഉണ്ടല്ലോ അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ നന്നാക്കിയിട്ട് എടുക്കുക. എന്താ വെച്ചാൽ അതിനുള്ളിൽ കൂടെ ഒന്നും ഓയിൽ കിടക്കാൻ പാടില്ല. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇതേപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ ഓരോന്നായിട്ട് സെപ്പറേറ്റ് കാണിക്കുന്നില്ല. കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ നന്നാക്കി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാപ്പൊക്കെ നന്നാക്കി ഫില്ലാക്കിയിട്ട് എടുക്കണേ. കണ്ടില്ലേ നല്ല കറക്റ്റ് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോ 2 ഒക്കെ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വല്ലാണ്ടൊക്കെ ചൂടായിട്ടില്ല, ഒന്നും കൂടി അങ്ങ് ചൂടായിട്ട് വരണം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. 2 3 ഒക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓയിൽ അനുസരിച്ചിട്ടും ആ പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മാക്സിമം അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് നന്നായിട്ട് ആ ഒരു ഹോൾസൊക്കെ അടിച്ചിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഓയിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് അടിഭാഗം ഒന്നങ്ങ് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് അങ്ങ് കോരി എടുക്കുകയാണ്. ഈ ഒരു കളറിൽ നമ്മളിത് കോരി എടുക്കുക കേട്ടോ, അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് കേടുകൂടാതെ 2 മാസത്തോളമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മണ്ട റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.